ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി സാധനമായിട്ട് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഇന്ത്യയൊക്കെ വിട്ട് ഇറ്റലിയിലോട്ട് പോവാണ്. ഇറ്റാലി സ്പെഷ്യൽ ഡെസേർട്ട് ആയിട്ടുള്ള ടെറാമിസു ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ നിവി ഇതൊക്കെ പഠിച്ചാ? അല്ല, പഠിച്ചിട്ടില്ല. എന്നെ പഠിപ്പിക്കാൻ പോണത് നമ്മുടെ ഇവിടുത്തെ ആരാ കുക്കിങ്ങിലെ സിംഹമായ ജിഷ മാമയാണ്. ഇവിടെ അയ്യോ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ജിഷ മാമേനെ ഞാൻ ഗൈസ് ഒരു ചെറിയ ഡിലേ ഉണ്ട്. ഞാൻ വിളിച്ചപ്പോൾ ആൾ മേക്കപ്പ് ചെയ്യാൻ പോയി. അപ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വരും കേട്ടോ. ഓക്കെ ശരി. അപ്പോൾ ജിഷ മാമ വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസേർട്ട് സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങാല്ലേ? ഓക്കെ. അപ്പോൾ ഇത് 2 ദിവസം ചെയ്യേണ്ട ഒരു സംഭവം അല്ലേ? ഇത് സെറ്റ് ചെയ്തിട്ട് ഒരു 12 മണിക്കൂർ, കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം വിജയിക്കും. ഞാൻ കുറെ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അല്ല, ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എന്റെ ഒരു കോൺഫിഡൻസ്. അതുകൊണ്ട് അപ്പൊ നമുക്ക് നോക്കാം വിജയിക്കുമല്ലോ. അപ്പൊ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, കം ഓൺ. ഇൻസ്റ്റന്റ് കോഫി ഉണ്ടാക്കി വെച്ചു. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇല്ലേ, അത് വെച്ച് സാധാരണ കാപ്പി ഉണ്ടാക്കണ പോലെ. ഫുൾ കോഫി പൗഡർ ആണോ? ഇല്ല, ഒരു ഫുൾ കോഫി ഇല്ലേ, 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് കോഫി സാധാരണ. ഇറ്റാലിയൻസ് ഒക്കെ ആണെങ്കിൽ ഇതിൽ റമ്മോ ബ്രാൻഡിയോ അല്ലെങ്കിൽ വൈനോ ഒക്കെ ചേർക്കും. നമ്മൾ ആൽക്കഹോൾ വിത്തൗട്ട് ആൽക്കഹോൾ ആയതുകൊണ്ട് നമ്മളിപ്പോ കോഫി മാത്രം. ആൽക്കഹോൾ ഒരു പ്രശ്നമല്ല. പക്ഷെ നമുക്കത് കിട്ടിയില്ല. കിട്ടിയെങ്കിൽ നമുക്ക് വൈൻ ചേർക്കാമായിരുന്നു. ഞാൻ യൂഷ്വലി വൈൻ ചേർക്കാറുണ്ട്. അപ്പൊ ഇത് കോഫി. പിന്നെ ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇൻസ്റ്റന്റ് കസ്റ്റേർഡ് പൗഡറാണ് വാങ്ങിച്ച് ഉണ്ടാക്കാറ്. ഇതിപ്പോ ഞാൻ എഗ് യോക്ക് വെച്ചിട്ട് എഗ് യോക്ക് ഡബിൾ ബോയിൽ ചെയ്തതാണ്. എഗ് യോക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് കുക്കായി കഴിഞ്ഞപ്പോൾ അതിൽ പാലൊഴിച്ചു, എന്നിട്ട് കുറുക്കിയെടുത്ത്. ശരിക്കും കസ്റ്റേർഡ്. 2 എഗ് യോക്ക് എടുത്തു. പാലൊരു 1/2 ഗ്ലാസ് പാല്. എഗ് യോക്ക് ഒന്ന് കുക്കായി ഡബിൾ ബോയിൽ ചെയ്യണം. അതായത് ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് അതിന്റെ മേളിൽ ഇത് വെച്ചിട്ട് വേണം ചെയ്യാൻ. എഗ് യോക്ക് നേരിട്ട് കുക്കായാൽ പിന്നെ കട്ട് ചെയ്യാൻ പോകില്ലേ, ടെക്സ്ചർ മാറിപ്പോകും. പിന്നെ വാനില എസൻസും പാലും കൂടി ഒഴിച്ചു. അങ്ങനെ ഇത് കസ്റ്റേർഡ് പൗഡർ കിട്ടും. പക്ഷെ പൗഡർ യൂസ് ചെയ്താൽ സുഖമില്ല. ശരിക്കും കസ്റ്റേർഡ് മെയ്ഡ് ചെയ്യണം. കസ്റ്റേർഡ് ഹോം മെയ്ഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരിക. ശരി, ഇതൊരു ബേസാണ്. എല്ലാ പുഡിങ്ങുകൾക്കും ഒരു കസ്റ്റേർഡ് എന്ന് പറഞ്ഞ ഒരു ബേസ്. പിന്നെ ഇത് നമ്മൾ ഫ്രഷ് ക്രീം അടിച്ച് പതപ്പിച്ച് വെച്ചു. തലേദിവസം അല്ലേ, നമ്മൾ ഇന്നലെയും ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയല്ലോ. അപ്പൊ അടിച്ച് പതപ്പിച്ച് വെച്ചാ അടിച്ച് പതപ്പിച്ച് വെച്ചു. അപ്പൊ ഞങ്ങൾക്ക് അതിൽ ഫ്രഷ് ക്രീം ബാക്കി വന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് വീണ്ടും ഈ ഫ്രഷ് ക്രീമും മാസ്കർപോൺ ചീസും കൂടി ടെറാമിസ് ഉണ്ടാക്കും. അപ്പൊ ഇത് ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം അടിച്ച് പതപ്പിച്ച് വെച്ചതാണ്. വാനില എസൻസ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണല്ലോ ചേർത്തത്. ചിലപ്പോൾ അതിന്റെ ആയിരിക്കും. വിപ്പ് ചെയ്ത് വെച്ചതാണ്. ഒരു വിപ്പ് ചെയ്തത് ക്രീം ചീസ് ഡെസേർട്ടിലേക്ക് പോയി ഒരു പോർഷൻ. ഇതാണ് മാസ്കർപോൺ ചീസ്. ഇത് കിട്ടിയാലാണ് നമുക്ക് ടെറാമിസ് ഉണ്ടാക്കാൻ പറ്റുക. ഇതാണ് ടെറാമിസിന്റെ മെയിൻ കണ്ടന്റ്. ചീസ് ഒരു പാക്കറ്റ് എടുത്തു നമ്മൾ. അതിനനുസരിച്ച് നമ്മൾ ഫ്രഷ് ക്രീമും ചേർക്കും. ഓക്കെ. പിന്നെ ഫ്രഷ് ക്രീം നമ്മൾ ഇന്നലെ ഒരു 200 ml ഒരു പാക്കറ്റിൽ 100 ml നമ്മൾ മറ്റേ ഡെസേർട്ടിന് എടുത്തു, 100 ml നമ്മൾ ഇതിലേക്ക് എടുത്തു. സ്പഞ്ച് കേക്ക് ആണ് ബേസ്. സ്പഞ്ച് കേക്ക് ടീയല്ല കോഫിയിലും മുക്കിയിട്ട് നമ്മൾ ബേസ് ചെയ്യണം. ആദ്യത്തെ പരിപാടി നമ്മൾ നല്ലൊരു പുഡിംഗ് പാത്രം സെറ്റ് ചെയ്യാം. പിന്നെ അപ്പം നമ്മൾ മാസ്കർപോൺ ഞാൻ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി വിപ്പ് ചെയ്യാം. ഒന്ന് ഫ്ലഫി ആക്കിയാൽ മതി. നമ്മൾ പതുക്കെ നമ്മുടെ കസ്റ്റേർഡ് ഒന്ന് ഒഴിക്കുകയാണ്. കസ്റ്റേർഡിൽ വാനിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുട്ടയുടെ മണം ഉണ്ടാവില്ല. അപ്പം നമ്മൾ സ്പഞ്ച് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട്, എനിക്ക് ചെറിയ സ്പഞ്ച് കേക്ക് കിട്ടിയേ. സ്പഞ്ച് കേക്ക് എവിടെ നിന്നും കിട്ടും. പാത്രത്തിനനുസരിച്ച് നമുക്ക് ചീസ് കൂടുതൽ വരാം. ഇനി ഇതാണ് ബേസ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണേൽ കട്ട് ചെയ്തൊക്കെ വെക്കാം. ഈ കേക്ക് കോഫിയിൽ മുങ്ങിയിരിക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. ഞങ്ങൾക്ക് കിട്ടിയില്ല വൈൻ.
അതാണ് നമ്മൾ ഈ ട്രയലാണോ മൊത്തത്തിൽ ഉണ്ടാക്കാൻ പോണേ? അല്ല, ഇനി നമ്മൾ കേക്കും ചീസൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പുഡിംഗ് ബൗൾ, മറ്റേ ഡെസേർട്ട് ബൗളിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ മെയിനായിട്ട് ഒരെണ്ണത്തിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് സ്പോഞ്ച് കേക്ക്, അല്ലെങ്കിൽ അവർ ഇറ്റാലിയൻസ് അവർക്കൊരു ഫിംഗേഴ്സൊക്കെ ഉണ്ട് സ്പോഞ്ച് കേക്കിൻ്റെ പോലത്തെ. അതൊരു പ്രത്യേക സ്റ്റൈലാണ്, അതിനൊരു പ്രത്യേക ടെക്സ്ചറൊക്കെയാണ്. അപ്പം അതിലാണ് അവർ സെറ്റ് ചെയ്യുക. അപ്പോൾ സ്പോഞ്ച് കേക്ക് നിവി കോഫിയിൽ നനയ്ക്കുകയാണ്. അതെല്ലാം മുങ്ങിയില്ലേ? ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്, ഞാൻ പോട്ടെ. നന്നായി അമർത്തി കൊടുക്കണം അല്ലേ? അങ്ങനെ ലെവൽ ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നു. എന്നിട്ട് നമ്മുടെ ചീസൊക്കെ അടിക്കുന്നു. മമ്മി പ്ലീസ് ഹോം. ഇനി അതെന്റെ കയ്യിലുണ്ട്, എന്റെ വയറ്റിലുണ്ട്. ബീറ്റ് ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഇനി ഫ്രഷ് ക്രീമും കസ്റ്റേർഡും ഒക്കെ ചേർക്കണ്ടേ? അപ്പൊ ഗൈസ്, ഇതില് നിങ്ങളൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഷുഗർ കുറവ് ഉണ്ടെന്ന് തോന്നിയാ ആഡ് ചെയ്യാൻ മറന്നുപോയോ? ഹൈടെക് ആഡ് ചെയ്യാൻ മറന്നുപോയതാ. അപ്പൊ എന്തായാലും കുറവ് കാണും. അപ്പൊ ഇതിപ്പോ എത്ര ഷുഗർ എടുത്തിണ്ടാവും? ഒരു അര ഗ്ലാസ്. നമ്മള് കസ്റ്റേർഡ് ചേർത്തു, ഷുഗർ കുറഞ്ഞു പറഞ്ഞപ്പോ പൊടിച്ച് ഷുഗർ ചേർത്തു. അടിച്ചു വെച്ചിരിക്കുന്ന വിപ്പിംഗ് ഈ സാധനത്തിന് ഭയങ്കര ടേസ്റ്റ് ആട്ടാ. മാം ഇങ്ങനെ ഒന്നല്ലാട്ടാ, ക്യാമറ ഓഫ് ചെയ്താണ്ടല്ലോ ഇതൊക്കെ കാര്യം. അപ്പൊ അടിച്ച് ഈ പരിപാടി ഉണ്ട്. നന്നായി എല്ലാം മിക്സ് ആയിട്ടുണ്ടാവും. ഇനി ഫ്രീസർ അല്ല ഫ്രിഡ്ജിലല്ലേ? ഫ്രിഡ്ജില്. ഓക്കെ, ഇല്ല, ഇനി നമുക്ക് കേക്ക് വീണ്ടും ചേർക്കണം. എടുത്തിട്ട് ചെയ്യണ്ടോ? ഇത് നമ്മൾ വീണ്ടും ഫ്രീസറിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഫ്രീസറിൽ ഒന്ന് സെറ്റ് ആയി വരുമ്പോഴേക്കും ഗൈസ് ഒരു കാര്യം ശ്രദ്ധിച്ച, ഫ്രീസറിന് ഒരു ഫോട്ടോ ഇട്ട് വ്യക്തി. ഇനി അതിന്റെ മേലില് നമ്മൾ വീണ്ടും അടുത്ത ലെയർ വെക്കാൻ പോവാ അല്ലേ? കട്ട് ചെയ്ത് നല്ല സ്മോൾ പീസസ് ആക്കി കിട്ടുന്ന ഒരു വൈനും കൂടി ഒക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അത് ഇതിലേക്ക് ആഡ് ചെയ്യണ്ടല്ലേ? വൈൻ ഇതിലേക്ക് കോഫിയിലേക്ക് ആഡ് ചെയ്യുന്നതാ. ടൈപ്പ് വൈനാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഏതെങ്കിലും റെഡ് വൈനാണ് സാധാരണ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവര് റം, ബ്രാൻഡി അങ്ങനെ എല്ലാം അവർക്ക് കിട്ടുന്ന നല്ല ആൽക്കഹോളിക് ഡ്രിങ്ക് അല്ലേ, അതായിരിക്കും ചെയ്യുന്നത്. ചെയ്യാൻ പോണു. ഓക്കെ, ഇനി നമുക്ക് ഒന്നുമില്ല ചെയ്യാൻ. ഇനി നമുക്ക് കോഫി വെറുതെ പൗഡർ സീവ് ചെയ്യാം. ഇപ്പൊ വന്നോണ്ടിരിക്കുക. ആ പൗഡർ ഞങ്ങളുടെ തികയത്തില്ല. അപ്പൊ ഇൻസ്റ്റാമാർട്ടിന്ന് ഒരു ഓർഡർ ചെയ്ത് ഇപ്പൊ വണ്ടിയിലായിരിക്കും. നമ്മൾ വീണ്ടും ഇത് ജസ്റ്റ് ഫ്രീസറിലേക്ക് കയറ്റുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോഫി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലേക്ക്. അപ്പൊ കഴിഞ്ഞ അതോടുകൂടി പരിപാടി. ആഹാ, സോ ഫാസ്റ്റ്. അപ്പൊ എല്ലാരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ അന്ന് തന്നെ തിന്നാൻ പറ്റില്ല അല്ലേ? ഒരു 8 മണിക്കൂർ ആ ക്ഷമ കാണിക്കണം. 8 മണിക്കൂർ. ഇനി നമുക്ക് ഇങ്ങനത്തെ ഡെസേർട്ട് ഇതിലൊക്കെ വേണേ സെറ്റ് ചെയ്യാം. കാരണം നമുക്ക് ചീസ് ഉണ്ടല്ലോ, ചീസും ഉണ്ട്, കേക്കും ഉണ്ട്, കോഫി ഉണ്ട്. ഓക്കെ,
ടിറാമിസു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെയായിരിക്കും അതിന്റെ മേലിലെ ഭാഗം നിൽക്കുന്നത്. ഇതിന് പകരം ചോക്ലേറ്റ് ഇടാൻ പറ്റുമോ? കോഫി ഇഷ്ടമല്ല, അത് കോഫിയാണ് ശരിക്കും ഒതന്റിക് ടേസ്റ്റ്. വേണമെങ്കിൽ ചോക്ലേറ്റ് ഡ്രിങ്കിങ് പൗഡർ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ സീവ് ചെയ്യാം. ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തത് അല്ല, കോഫി ഇഷ്ടമല്ലാത്തത്. ഗൈസ്, അപ്പം നമ്മൾ ഇത് എടുത്തത് പിറ്റേ ദിവസം കേട്ടോ, അതായത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുത്തത്. ശരിക്കും 8 മണിക്കൂർ വെച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എൻ്റെ കോഫി കുറച്ചൊരു വാട്ടറി പോലെ ആയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ വാട്ടറി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. പക്ഷെ അതിൻ്റെ ടേസ്റ്റിനോ അതിൻ്റെ ടെക്സ്ചറിനോ യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. പുറത്തത്തെ ആ ടോപ്പ് മോസ്റ്റ് ലെയർ മാത്രമേ ഇച്ചിരി വാട്ടറി ആയിരുന്നുള്ളൂ. ടേസ്റ്റൊക്കെ ഒരേപോലെയാണ്. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഉണ്ടാക്കിയ ആള് ടേസ്റ്റി എന്നിട്ട് അന്ന് ഉണ്ടാക്കിയ പോലെ തന്നെയാണോ ഇപ്പൊ? കാരണം 8 മണിക്കൂറിന് കൂടുതൽ ഫ്രീസ് ആയില്ലേ. ഓ, രക്ഷപ്പെട്ടു. അയ്യോ, സൂപ്പർ ടേസ്റ്റ് അല്ലേ മമ്മി? ആ കേക്കൊക്കെ നമ്മൾ വെച്ചത് കോഫി കേക്ക് പോലെ. ഉള്ളിന്ന് 3 ലെയർ കൊടുക്കും. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ കിട്ടണ പോലത്തെ ഒരു ഹെവി സാധനം. ഇതല്ല 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുക. അപ്പം നമ്മുടെ ഈ ഐറ്റം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ സാധനങ്ങൾ ആദ്യം സെറ്റ് ചെയ്യാൻ മാത്രമേ ഇത്തിരി പാടുള്ളൂ. അപ്പോൾ നല്ല കിഡു ടേസ്റ്റാണ്. നിങ്ങൾ വലിയ റെസ്റ്റോറൻറ്റിലൊന്നും പോയിട്ട് അധികം സ്പെൻഡ് ചെയ്യണ്ട. ഇതിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുക. മാസ്കപ്പോൺ ചീസ് കിട്ടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. ചീസ് കിട്ടാൻ മാത്രമേ ഇത്തിരി പാടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.